ആ ഓർമ്മ കൂടി സംരക്ഷിക്കുന്ന രീതിയിൽ ഈ 15-ാം നമ്പർ അംഗൻവാടിക്ക് പതിറ്റാണ്ടുകൾക്ക് മുമ്പ് 1958 4 സെന്റ് സ്ഥലം ഇവിടുത്തെ അന്നത്തെ മഹിളാ സമാജത്തിന് വേണ്ടി സമ്മാനിച്ച മേരി ചേച്ചിയുടെ കുടുംബാംഗങ്ങൾ ഇവിടെ വന്നിട്ടുണ്ട്. ഒരുപാട് കുടുംബത്തിൽപ്പെട്ട ആളുകൾ നേരത്തെ പരിചയപ്പെട്ടു. പ്രിയമുള്ള മേരി ചേച്ചിയുടെ കുടുംബാംഗങ്ങളെ, ഈ അംഗൻവാടി നേരത്തെ പഞ്ചായത്ത് പ്രസിഡന്റ് സൂചിപ്പിച്ചതുപോലെ ഈ അംഗൻവാടിയുടെ ഉദ്ഘാടന ചടങ്ങിൽ മാതാപിതാക്കളും ഈ നാട്ടിലെ പൊതുപ്രവർത്തകന്മാരും സാമൂഹ്യ ജീവികളും ഉൾപ്പെടെ നിരവധി പേരുടെ സാന്നിധ്യം ഇവിടെയുണ്ട്. അതും പ്രത്യേകിച്ചും ഒരു പ്രവൃത്തി ദിനത്തിൽ രാവിലെ ഈ 10:11 മണിക്ക് ഇത്രമധികം കുടുംബാംഗങ്ങളും ആളുകളും പങ്കെടുത്തു എന്നുള്ളത് ഞാൻ പ്രസിഡന്റ് പറഞ്ഞതിനെ അടിവരയിട്ട് പറയുന്നു. ഇത് ഈ പ്രദേശത്തെ ജനങ്ങളുടെ ഒരു താല്പര്യമാണ്. ഇതിൽ പങ്കെടുക്കുന്ന ഏറ്റവും പ്രിയമുള്ള മാതാപിതാക്കളെ, സഹോദരി സഹോദരന്മാരെ, സാമൂഹിക പ്രവർത്തകർ ഉൾപ്പെടെയുള്ള പ്രിയമുള്ളവരെ, വളരെ സന്തോഷത്തോടും അഭിമാനത്തോടും കൂടിയാണ് ഈ ചടങ്ങിൽ പങ്കെടുക്കുന്നത്. ആദ്യം മേരി റാഫേലിനെ നിങ്ങളെല്ലാവരുടെയും പേരിൽ ഈ സന്ദർഭത്തിൽ സ്മരിക്കുകയാണ്. നേരത്തെ ഇവിടെ സൂചിപ്പിച്ച പോലെ 1958 ഇവിടെ ഒരു ബാലവാടി ഉണ്ടാക്കുന്നതിന് വേണ്ടി അന്ന് മഹിളാ സമാജങ്ങളുടെ കീഴിൽ ബ്ലോക്ക് വികസന ബ്ലോക്കിൻ്റെ കീഴിലായിരുന്നു മഹിളാ സമാജങ്ങളെല്ലാം. ആ മഹിളാ സമാജത്തിൻ്റെ കീഴിൽ ബാലവാടികൾ ഉണ്ടായിരുന്നു. പഴയ ബാലവാടിയിൽ പോയിട്ടുള്ള ആളുകൂടി ഉണ്ടെങ്കിൽ ഓർമ്മ ഉണ്ടാവും. ഉപ്പുമാവും കുറുക്കും അതേപോലെ പാൽപ്പൊടി കലക്കി പാലും ഒക്കെ കൊടുത്തിരുന്ന പഴയ അമേരിക്കൻ കമ്പപ്പൊടിയുടെ ഉപ്പുമാവൊക്കെ കൊടുത്തിരുന്ന പണ്ടത്തെ ബാലവാടികൾ. അന്ന് ആ 58 ആലോചിക്കുന്നത്. നമ്മുടെ രാജ്യം സ്വാതന്ത്ര്യം കിട്ടി വളരെ കുറച്ച് വർഷം കഴിഞ്ഞപ്പോഴാണ് ഇങ്ങനൊരു സ്ഥാപനം ഇവിടെ സ്ഥാപിക്കാൻ 4 സെന്റ് സ്ഥലം അന്ന് അതിനു വേണ്ടി സമ്മാനിക്കാൻ തയ്യാറായ മേരി റാഫേൽ എന്ന് പറയുന്ന അവരുടെ കുടുംബത്തിൻ്റെ വീട്ടുപേര് എലുവത്തിങ്കൽ മുട്ടിക്കൽ കുടുംബത്തിലെ മൺമറഞ്ഞു പോയ അവരോട് എല്ലാവരോടും നമുക്ക് അതിയായ സ്നേഹവും ബഹുമാനമുണ്ട്. അവരോട് നിങ്ങളുടെ എല്ലാവരുടെയും പേരിൽ, സമൂഹത്തിൻ്റെ പേരിൽ അവരോടുള്ള കടപ്പാടും നന്ദിയും സ്നേഹവും ആദ്യമായി സന്ദർഭത്തിൽ പ്രകടിപ്പിക്കുകയാണ്. പിസ്കിലാണ്ട് ഒരു കയ്യടി കൊടുക്കട്ടെ. ഈ 4 സെന്റ് തന്ന കയ്യിൽ വേണ്ട, എല്ലാവരുടെ കയ്യിൽ ഇപ്പോൾ ചായയും കടിയൊക്കെ ആയതുകൊണ്ടാണ് കൈയടിക്കാൻ പ്രയാസമെന്ന് മനസ്സിലായി. സാരമില്ല, കൈയടിച്ചതായിട്ട് ഞങ്ങളെല്ലാവരും കണക്കാക്കിക്കൊള്ളാം. ഒരു അംഗൻവാടിയുടെ പ്രത്യേകത എന്താണെന്ന് ഇവിടെ കൂടിയ ആളുകളെ കണ്ടാൽ മനസ്സിലായി.